പറയുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. വലിയ മഴയാണ്, പക്ഷേ ആരാധകരുടെ ആവേശത്തിനൊട്ടും കുറവില്ല എന്നുള്ളതാണ്. 3 ആരാധകർ മരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അപ്പോഴും ആ സ്റ്റേഡിയം നിറഞ്ഞ് കവിഞ്ഞുള്ള ആരാധകരുടെ വല്ലാത്ത പ്രവാഹമാണ്. കോഹ്ലിയെയും സംഘത്തെയും നേരിട്ട് കാണാൻ, അവർക്ക് ആശംസകൾ അർപ്പിക്കാൻ, അവരെ അഭിനന്ദിക്കാനൊക്കെയുള്ള ആരാധകരുടെ വല്ലാത്ത കൂട്ടം അവിടെ കാണാമെന്നുള്ളതാണ്. 20-ലേറെ പേർക്ക് പരിക്കേറ്റു, 3 പേർ മരിച്ചു എന്ന സംശയമുണ്ട്. അത് ഗുരുതരമായി പരിക്കേറ്റ ആളുകളുടെ എണ്ണവും ഇത്തരത്തിൽ പുറത്തു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ആഘോഷ പ്രകടനങ്ങൾക്കിടയിലും ദുഃഖകരമായ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ കൂടി ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയ മഴയാണ്. ഈ മഴയത്തേക്ക് വിക്ടറി പരേഡായി വിധാൻ സൗദയിൽ നിന്ന് ടീമംഗങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു ഇതിനു മുൻപുള്ള കാഴ്ചകൾ? എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴും ഒപ്പം വിധാൻ സൗദയിലും മറ്റും മിഥുൻ. തീർച്ചയായും വിമാനത്താവളത്തിൽ താരങ്ങൾ എത്തിയപ്പോൾ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ് താരങ്ങളെ സ്വീകരിച്ചത്. വലിയ രീതിയിൽ വിമാനത്താവളത്തിന് പുറത്തും വലിയ രീതിയിലുള്ള ആരാധകരുടെ വലിയ വിന്യാസം ഉണ്ടായിരുന്നു. ആരാധകർ തടിച്ചുകൂടുന്ന കാഴ്ച നമ്മൾ കാണാൻ സാധിക്കുകയും ചെയ്തു. അവിടെ നിന്ന് പിന്നീട് താരങ്ങൾ നേരെ എത്തിയത് 2 വാഹനത്തിലായി നേരെ എത്തിയത് വിധാൻ സൗദയിലേക്കാണ്. അവിടെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു ഈ താരങ്ങളെ അഭിനന്ദിക്കുകയും ഒപ്പം തന്നെ അവർക്ക് പൊന്നാട അണിയിക്കുകയും ഒക്കെ ചെയ്ത ചടങ്ങുകൾ ക്രമീകരിച്ചത്. അവിടെ അകത്തേക്കും, അതായത് സ്വാഭാവികമായി നമുക്കറിയാം ഇത്തരത്തിൽ വലിയ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ട ഇടങ്ങളാണ് വിധാൻ സൗദ. ആ ദൃശ്യങ്ങളിലൊക്കെ കാണുമ്പോൾ തന്നെ നിരവധി ആളുകൾ വിധാൻ സൗദയ്ക്ക് അകത്തുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർ പലരും മതിൽ ചാടിയൊക്കെ ഈ വിധാൻ സൗദയ്ക്ക് അകത്തേക്ക് കയറിയിരുന്നു. അവരെയൊക്കെ പിടികൂടി പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കാണുകയും ചെയ്തതാണ്. അത്തരത്തിൽ ആരാധകർ പ്രതീക്ഷിച്ചതിലും അപ്പുറം ഇവിടേക്ക് എത്തി തടിച്ചുകൂടി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ആരാധകർ കാത്തിരിക്കുന്നത് വിധാൻ സൗദയ്ക്ക് പുറത്തേക്ക് താരങ്ങൾ എത്തുന്നതിന് വേണ്ടിയുള്ള ആ ഒരു കാത്തിരിപ്പാണ്. കാരണം 18 വർഷത്തോളമായി ഇത്തരത്തിലൊരു ആഘോഷം നടത്താൻ അല്ലെങ്കിൽ ആഘോഷമാക്കാനുള്ള ഒരു കാത്തിരിപ്പ് ഏകദേശം 18 വർഷത്തോളം വേണ്ടി വന്നു കർണാടകയെ ജനതയ്ക്ക് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്രയും കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു കന്നിക്കിരീടം RCBയെ തേടിയെത്തുന്നത്, വിരാട് കോഹ്ലിയെ സംഘത്തിനെയും തേടിയെത്തുന്നത്. അത്തരത്തിൽ IPL ചരിത്രത്തിൽ തന്നെ ഒരു ടീമിന് വേണ്ടി ഇത്രയും നാൾ കളിച്ച ഒരു താരമെന്ന റെക്കോർഡ് ഇപ്പോഴും സ്വന്തമാക്കിയിട്ടുള്ളത് വിരാട് കോഹ്ലിക്ക് തന്നെയാണ്. അത്തരത്തിലൊരു താരം ഒരു പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും ഒക്കെ T20 നിന്നും ഒക്കെ വിരമിച്ചതിന് ശേഷം ഇത്രയും നാളായിട്ടും IPL ഒരു കിരീടം നേടാത്തതെന്നുള്ള ഒരു വിമർശനം നാനാ കോണുകളിൽ നിന്നൊക്കെ ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മറ്റു ഫാൻസും ഒക്കെ കളിയാക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതായിരുന്നു. ഇത്തവണയും പറയുന്നത് ഈ സാല കപ്പ് നംദേ എന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി വീണ്ടും ആരാധകരെത്തും. അത് ഇത്തവണയും ഇനിയുള്ള വർഷങ്ങളിലും അതേ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി മാത്രമായിരിക്കും ഈ ആരാധകർക്ക് വരാൻ സാധിക്കുക എന്നുള്ള രീതിയിലുള്ള മറ്റ് ടീമംഗങ്ങളുടെ അല്ലെങ്കിൽ ആരാധകരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങളൊക്കെ പതിവായിരുന്നു. പക്ഷേ അത് തകർത്തുകൊണ്ട് തന്നെയായിരുന്നു ഇന്നലെ പഞ്ചാബ് കിങ്സിനെതിരായിട്ടുള്ള ആ ഒരു അത്യുഗ്രൻ വിജയം. അത് നേടാൻ സാധിച്ചതോടുകൂടി കന്നിക്കിരീടം ഒപ്പം തന്നെ ഈ വിമർശനങ്ങൾക്കെല്ലാം തന്നെ മറുപടി പറയാനും സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആ ആഘോഷം ആ കന്നിക്കിരീടത്തിൻ്റെ ആ ഒരു ത്രസിപ്പിക്കുന്ന വിജയം അത് വലിയ രീതിയിൽ ആഘോഷമാക്കുകയാണ് കർണാടകത്തിലെ RCB ഫാൻസ്. ബാംഗ്ലൂരുവിലെ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ വലിയ രീതിയിൽ ഒരു പ്രകടനങ്ങളും ഒപ്പം തന്നെ പടക്കങ്ങൾ പൊട്ടിച്ചുമൊക്കെ തന്നെ ആരാധകർ നിരത്തിലിറങ്ങി ആഘോഷിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണുകയും ചെയ്തതാണ്. എന്തായാലും അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ മുതൽ തന്നെ താരങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലും ഒപ്പം തന്നെ വിമാനത്താവളത്തിലും ഒക്കെ വലിയ രീതിയിൽ ആരാധകരെത്തിയിരുന്നു. അവിടെ താരങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആർപ്പുവിളികളുമായി ഈ ആരാധകരുടെ വലിയ ബന്ധമുണ്ടായിരുന്നു. കൊടിത്തോരണങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിരാട് കോഹ്ലിക്കും സഹതാരങ്ങൾക്കും ആർപ്പു വിളിച്ചുകൊണ്ടും ആരാധകരുടെ വലിയ വിന്യാസം നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്ന് വരുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ആ 2 വാഹനങ്ങൾ വരുന്ന വഴികളിലെല്ലാം തന്നെ ആരാധകരുടെ വലിയ വിന്യാസം ഉണ്ടായിരുന്നു. റോഡുകളുടെ ഇരുവശങ്ങളിലും ആർപ്പുവിളികളുമായി ആരാധകർ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. അതേ കാഴ്ച അത്തരത്തിൽ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്തുള്ള ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വിധാൻ സൗദയ്ക്ക് പുറത്തേക്ക് അല്പസമയത്തിനകം തന്നെ താരങ്ങൾ എത്തുകയും ചെയ്യും. അവിടേക്ക് തുറന്ന വാഹനത്തിലാണ് പിന്നീട് വിക്ടറി പരേഡ് നടത്തുന്നത്. വലിയ മഴ അനുഭവപ്പെടുന്നുണ്ട്. നിലവിൽ മഴയ്ക്ക് ചെറിയ ശമനമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും പ്രതികൂല കാലാവസ്ഥയൊന്നും തന്നെ ആരാധകരെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല. വലിയ ആഘോഷമാക്കുക, താരങ്ങളെ ഒരു നോക്ക് കാണുക.
വലിയ ആഘോഷമാക്കുക ഈ കന്നിക്കിരീട നേട്ടം എന്നുള്ളത് തന്നെയാണ് ആരാധകരെ സംബന്ധിച്ചുള്ളത്. എന്തായാലും നിലവിൽ കാത്തിരിപ്പാണ്. 18 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമായ ശേഷം ഇനി താരങ്ങളെ ഈ കപ്പുമുയർത്തി വരുന്ന വിരാട് കോഹ്ലിയും സംഘത്തെയും കാണാൻ ആരാധകരുടെ വലിയ വിന്യാസം. അവരെ നിയന്ത്രിക്കുന്നതിനുമൊക്കെ പോലീസ് തന്നെ വിയർക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം ആരാധകരുടെ അത്രയും ഒരു സേനാവിന്യാസം അവിടെ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി തന്നെയാണ് നേരത്തെ വിധാൻസൗധയിലേക്ക് ഈ താരങ്ങൾ പോയതിനു ശേഷം പതിയെ ആളുകളെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിനകത്തേക്ക് കയറ്റാനുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ആ സമയത്താണ് വലിയ തിക്കും തിരക്കും ഉണ്ടാകുന്നത്. കൂട്ടത്തോടെ അവരുടെ സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടി ആരാധകർ തിക്കും തിരക്കും ഉണ്ടാക്കി, ഉന്തും തള്ളും ഉണ്ടാക്കി പോലീസുമായി ചില കയ്യാങ്കളിയിലേക്ക് പോയി. ചില ചെറിയ രീതിയിൽ ലാത്തി ചാർജ് നടത്തേണ്ടി വന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക്. ആ സമയത്താണ് ഇത്തരത്തിൽ വലിയ ഒരു അപകടമുണ്ടാകുന്നത്. തിക്കും തിരക്കപ്പെട്ട് 3 പേർക്ക് മരണം സംഭവിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്തു. എന്തായാലും സ്ഥിരീകരിച്ചിട്ടില്ല ഈ 3 പേർ മരണപ്പെട്ടു എന്നുള്ളത്. എന്തായാലും നിലവിൽ 20-ലധികം പേർക്ക് വലിയ രീതിയിലുള്ള അപകടം പറ്റിയിട്ടുണ്ട്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പുറത്ത് ഇപ്പോഴും ഈ കനത്ത മഴയൊക്കെ അവരെ കുസാതെ ഇപ്പോഴും ആരാധകർ തടിച്ചുകൂടി നിൽക്കുന്നു. ഈ ദൃശ്യങ്ങൾ കാണുന്ന ഇപ്പോൾ വിധാനസൗധയ്ക്കും ചിന്നസ്വാമി സ്റ്റേഡിയത്തിനുമൊക്കെ പുറത്തുള്ള ആരാധകരുടെ ദൃശ്യങ്ങളാണ്. എത്രത്തോളം ആരാധകർ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങൾ കാണുകയും ചെയ്യാം. നിരവധി ആളുകളെ ഇതിനോടകം തന്നെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് കയറ്റിവിടുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ റോഡിലൂടെ ഈ വിക്ടറി പരേഡ് നടന്നു പോകുമ്പോൾ ആരാധകർ റോഡിന് ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള കർശന നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. 2 സൈഡുകളിലും കൃത്യമായി ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് ആരാധകരെ 2 സൈഡുകളിലായി വിന്യസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അതിലും നിലവിൽ നമുക്കറിയാം ഇതിനു മുമ്പ് 2020 ലോക കിരീടം നേടിക്കൊണ്ട് ഇന്ത്യൻ ടീം മുംബൈയിലെ നഗരത്തിലൂടെ യാത്ര ചെയ്തപ്പോഴും ഇതേ സമാനമായ സാഹചര്യമായിരുന്നു. ആ വാഹന വ്യൂഹത്തിനും ചുറ്റും ആരാധകരുടെ വലിയ വിന്യാസം ഉണ്ടാകും നമ്മൾ കാണുകയും ചെയ്തതാണ്. അതേ രീതിയിൽ ആരാധകർ തടിച്ചുകൂടുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും അങ്ങനെയെങ്കിൽ നന്നേ പാടുപെടും. അന്ന് രാത്രിയോളം വൈകിയോളമായിരുന്നു അന്ന് ഇന്ത്യൻ ടീം ആ സ്റ്റേഡിയത്തിനകത്തേക്ക് വാങ്കഡെ സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിച്ചത്. അതേ രീതിയിൽ തന്നെയാണോ, അതേ സമാനമായ സാഹചര്യം തന്നെയാണോ ഇന്നുണ്ടാകാൻ പോകുന്നത് എന്നാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഏതായാലും ആരാധകരുടെ വലിയ പ്രവാഹം ചിന്നസ്വാമിയിലേക്കുണ്ട്. 3 പേർ മരിച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ദൗർഭാഗ്യകരമായി സംഭവിക്കുന്ന വിവരം കൂടി പുറത്തുവിടുന്നുണ്ട്. അപ്പോഴും ടീം അംഗങ്ങളെ കാണാൻ, അവർക്ക് ആശീർവാദം അർപ്പിക്കാൻ വലിയ തോതിലുള്ള ആരാധക പ്രവാഹം ചിന്നസ്വാമിയിലേക്ക് തുടരുകയാണ്. വിക്ടറി പരേഡ് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിധാൻ സൗധ മുതൽ ചിന്നസ്വാമി സ്റ്റേഡിയം വരെയാണ്. വലിയ മഴയത്തും അവിടെ വലിയ കൂട്ടം ആരാധകർ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം.